രാത്രി 11 മണിക്ക് റോഡിൽ പോയി പനിനീര് തളിക്കുക എന്നുള്ളത് ഞങ്ങളുടെ വഴിപാടാണ്. അതിന് പോകാൻ വേണ്ടി റെഡിയായിട്ട് ഞാൻ ലീഷുമെടുത്ത് വന്നപ്പോഴുണ്ട് ഹാലിയുടെ ധൂമഗതി തെറിച്ചു പോകുന്ന പോലൊരു പോക്ക്. കഴുത്തിലെ ബെൽറ്റിൻ്റെ തണ്ട് ഈ കൊളുത്ത് അത് നന്നായി വെൽഡ് ചെയ്ത് വെച്ചിരുന്ന സാധനമാണ്. ഇപ്പോൾ ഇതിൻ്റെ പരുവം കണ്ടോ? ഈ പഹയൻ ഇങ്ങനെ ഇരുന്നാലും നല്ല ആരോഗ്യമാണ്. ഇത്ര തൊടൽ പൊട്ടിച്ച മുതലാണെന്നറിയാമോ? രാത്രി 11 മണിക്കൊരോട്ടം. യുദ്ധഭൂമിയിലൊരു പടം വന്നെന്ന്. ദൈവങ്ങളുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. ഞാൻ സകല ദൈവത്തിനെ വിളിച്ചുകൊണ്ട് ഓടി. ചെരുപ്പ് പോലും ഇടാതെ ഓടി. ഇടയ്ക്ക് എവിടെയോ പടൻ്റെ കരച്ചിൽ കേട്ടു. ഇയാൾ താങ്ങിക്കാണും. നാട്ടുകാർ മുഴുവൻ ഉറങ്ങി. എങ്ങും വെളിച്ചമില്ല. നിലാവത്ത് ഈ വെളുത്ത ധൂമകേതു എനിക്ക് മുമ്പേ പായുന്നത് കാണാം. ഞാനും പുറകെ വെച്ച് പിടിച്ചു. എൻ്റെ കാർച്ച നാട്ടുകാർ കേൾക്കുമെന്നോ ഒന്നും നോക്കിയില്ല. എങ്ങനെയാ ധൂമകേതുവിനെ തിരിച്ചു പിടിക്കണം? അപ്പോൾ ഉണ്ട് ഈ സാധനം തിരിച്ചു വരുന്നു. എന്നെ കണ്ടു വന്നതൊന്നുമല്ല. പടം തിരിഞ്ഞോടിയപ്പോൾ പടൻ്റെ പുറകെ ഓടിയതാണ്. ഓടി വന്നതാണ്ട് ആ കാണുന്ന പറമ്പിൽ കയറി. എൻ്റെ ഒപ്പം പുല്ല് വളർന്ന് നിൽപ്പുണ്ട് അതിനകത്ത്. ഈ ചെകുത്താൻ അതിനകത്ത് കയറി. ഡിസംബറാണ്. പാമ്പും പഴുതാരയും ഒക്കെ കാണും. എൻ്റെ കാലിൽ ചെരുപ്പ് പോലും ഇല്ല. പക്ഷേ എങ്ങനെ ഈ സാധനത്തിനെ തിരിച്ചു പിടിക്കണമല്ലോ. പുല്ലിനിടയിലൂടെ നട്ടപ്പാതിരിക്ക് നടന്നു പോകുമ്പോൾ എന്നെ ആരോ ചുറ്റിപ്പിടിച്ചു. ഒരടി മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ആരാണെന്നോ? വള്ളിയെല്ലാം കൂടെ ചുറ്റിപ്പെട്ടെന്ന് പിടിച്ചതാ. ബാഹുബലിയെപ്പോലെ ആ വള്ളിയും വലിച്ച് ഞാൻ മുമ്പോട്ട്. ഒരു വിധത്തിൽ ആ പേട്ട് വാലി പിടുത്തം കിട്ടി. വാലി പിടിച്ച് വലിച്ചതിന് എന്നെ കടിക്കാൻ ആ മാങ്ങാണ്ടി തലയുമായിട്ട് തിരിഞ്ഞു വന്നതാ. അപ്പോൾ ആ കഴുത്തിലെ കൊളർ കയറി പിടിച്ച് ഞാൻ. എന്നെ ചുറ്റിപ്പിടിച്ച വള്ളിയിൽ നിന്ന് ഒരു വിധത്തിൽ ഊർന്നിറങ്ങി. ഈ സാധനത്തിനെ പുറത്തെത്തിക്കണമല്ലോ. പറമ്പിൻ്റെ നടുക്ക. ചെകുത്താൻ കല്ലിന് കാറ്റ് പിടിച്ച പോലെ നിൽക്കുക. വരുന്നില്ലെന്ന്. ഭടനെ കൊന്നിട്ടേ വരുമെന്ന്. യുദ്ധം പൂർത്തിയാക്കാതെ ജോത്താക്കൾ പിന്മാറില്ലെന്ന്. പിന്നെ ഈ പോക്കണം കേടിനെ ആസ്മാകാരിയായി ഞാൻ പൊക്കിയെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. അവൻ 20 കിലോയും എനിക്ക് 15 കിലോയും. ഇതിനിടെ ഉറങ്ങാൻ കിടന്ന കോളേജ് കുമാരൻ ഞങ്ങളുടെ പുറകെ ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പൻ ഇവിടെ ഇല്ലാഞ്ഞത് ഭാഗ്യം. കുറച്ച് കഴിഞ്ഞ് ചെറുക്കൻ വന്നങ്ങ് തുടങ്ങിയില്ലയോ. തല്ലാനൊക്കെ പിടിച്ചു. പക്ഷേ എൻ്റെ രാജകുമാരനെ തല്ലാൻ ഞാൻ സമ്മതിക്കുമോ? ഇതൊക്കെ രസമല്ലേ? പക്ഷേ ശ്വാസകോശം പറഞ്ഞ് വേഗം ഇൻഹേലർ എടുത്തോ. എന്നും എടുക്കുന്നതിൽ ഒരു 2 പഫ് കൂടുതലെടുത്തില്ലെങ്കിൽ രസം ഞാൻ സാമ്പാറാക്കുമെന്ന്. ശേഷം ഇൻഹേലർ ശുഭം.